ഉത്തരാഖണ്ഡ് ഡെഹ്റാഡൂണിലെ ഉദ്ധം സിംഗ് നഗറിലായിരുന്നു ഒരു ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് 15 വയസ്സുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അവരുടേത്. വലിയൊരു വീട്, കാറ്, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ഏപ്രിൽ മാസം 2022 ഈവനിങ് ടൈമിൽ അവരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പ്രീതി എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ അവരിവിടെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫായിരുന്നു അവർ. അപ്പോൾ ഹെൽപ്പൊക്കെ ചോദിച്ചു വേണ്ടിയിട്ട് വന്നതാണ് അവർ. അപ്പോൾ അവരുടെ ഫാമിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ച് അവരിടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും അവരവിടെ എത്തിയതാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ ഈ പയ്യൻ്റെ അച്ഛൻ ജോലിക്ക് പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ മാർക്കറ്റിലോട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആകെപ്പാടെ ഈ 15 വയസ്സുള്ള പയ്യനും അതുപോലെ തന്നെ പ്രീതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിരുന്നു. ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേനും ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അവർ ഗേറ്റൊക്കെ തുറന്നു. വീട്ടിലോട്ട് ഇങ്ങനെ എന്താ പറയുക, കടക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു മുമ്പ് ഇവർ എന്തൊക്കെയോ കേൾക്കുകയാണ്. അതായത് അകത്ത് നിന്ന് അടക്കി പിടിച്ച കുറച്ച് സംസാരങ്ങൾ ഇവർ കേട്ടപ്പോൾ ഇവരൊന്ന് കാത് കൂർപ്പിച്ച് ശ്രദ്ധിക്കുകയാണ് എന്താണ് അകത്ത് നിന്ന് അവർ സംസാരിക്കുന്നത് എന്നുള്ളത്. കാരണം തൻ്റെ മകനും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഈ പയ്യൻ അപേക്ഷിക്കുന്നതാണ്, കരയുന്ന പോലൊക്കെ ഇവർക്ക് തോന്നുകയാണ്. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്നെ വിട്, എനിക്കിത് പറ്റില്ല, ഇതെനിക്കിനി വേണ്ട, നമുക്കിത് നിർത്താമെന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആ പയ്യൻ ആ ഒരു സ്ത്രീയോട് പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ ആ സ്ത്രീ പറഞ്ഞത് അതൊന്നും പറ്റില്ല, എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ ഇതാ ആരും അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ മറുപടി പറയുന്നുണ്ടായിരുന്നത്. എന്താണ് ഏതാണെന്നുള്ളൊരു കാര്യം ആ ഒരു അമ്മയ്ക്ക് ആ സമയത്ത് മനസ്സിലായില്ല. എന്നാലും ഒന്നും അറിയാത്തതുപോലെ അമ്മ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ വന്ന് വാതിൽ തുറന്നു. ആ പ്രീതി എന്ന് പറയുന്ന സ്ത്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രീതി അവിടെ നിന്ന് പോയി. അപ്പോൾ അതിനുശേഷം ഈ ഒരു അമ്മ മകനെ വിളിച്ചിങ്ങേറ്റ് ചോദിക്കുകയാണ് എന്തായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന കോൺവെർസേഷൻ എന്നുള്ളത്. എന്നാൽ ആ ഒരു പയ്യൻ ആ സമയത്ത് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അമ്മയ്ക്കത് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പോൾ നല്ല രീതിയിൽ അമ്മ മകൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അടിച്ചു ചോദിച്ച സമയത്ത് ഈ പയ്യൻ കരഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് പറയുകയായിരുന്നു. ഈ ഒരു കഥ കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ആ ഒരു അമ്മയും ആകപ്പാടെ തകർന്നു പോയി. അവർ കരഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഹസ്ബൻഡും ആകപ്പാടെ തകർന്നു പോവുകയാണ്. ഉടനെ തന്നെ വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. ഇവരൊക്കെ ഇത്ര തകർന്നു പോകാനുണ്ടായിരുന്ന കാരണം അവരുടെ മകൻ്റെ ലൈഫായിരുന്നു പ്രീതി നശിപ്പിച്ചത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രീതിയെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു. ഈ ഒരു കംപ്ലൈൻറ്റ് വായിച്ച പോലീസുകാർ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഈ പ്രീതിക്കും ഈ പയ്യനും ഇടയിൽ എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രീതി അങ്ങനെയൊക്കെ ചെയ്തത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4, 2022 പോലീസുകാർ നേരെ പ്രീതിയുടെ വീട്ടിൽ പോയിട്ട് പ്രീതിയെ അറസ്റ്റ് ചെയ്യുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും പ്രീതി പറയുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കുറ്റങ്ങളും അവർ സമ്മതിച്ചു. അതേപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ മുഖത്തുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിനുള്ള പ്രതികാരമാണെന്നുള്ളൊരു തരത്തിലായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് ഈ ഒരു കഥ പറഞ്ഞത്. അപ്പോൾ 2019 കേട്ടോ പ്രീതിയുടെയും അതുപോലെ തന്നെ ഈ പയ്യൻ്റെ ചെറിയച്ഛൻ്റെയും വിവാഹം. അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം 1 വർഷത്തിന് മേലെ പ്രണയിച്ചിട്ടായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. ഈ ചേട്ടൻ്റെയും അനിയൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും 2 തരത്തിലുള്ള ആളുകളായിരുന്നു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു, അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ജോലിയിൽ കയറി നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, നല്ലൊരു വീട് വെച്ചു, കാറ് വാങ്ങി, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്, വീട്ടുകാർ പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ലൈഫ് വളരെ സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഈ ഒരു അനിയൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് പഠിക്കാൻ അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. അതേപോലെ തന്നെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നടന്നു, വലിയ കാര്യമായിട്ട് പഠിച്ചില്ല. അതേപോലെ തന്നെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊന്നുമില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ ഒരു അനിയൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് അനിയനും ചേട്ടനും തമ്മിൽ വൻ അടിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു അനിയൻ്റെ കല്യാണം കഴിയുന്നത്. അതിനുശേഷം ഈ ഒരു പ്രീതിയും ഈ ഒരു അനിയനും അവരുടെ ജീവിതം പതിയെ മുന്നോട്ട് തള്ളി നീക്കുകയായിരുന്നു. വലിയ സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക സെറ്റപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം ഹാപ്പി ആയിട്ടായിരുന്നു അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. അതായത് അവരുടെ ജീവിതം തന്നെ മാറി മറിയുമെന്നുള്ളത് അവർ ആ സമയത്ത് ആ ഒരു എന്താ പറയുക ട്വിസ്റ്റ് നടക്കുന്നതിന് മുൻപ് ചിന്തിച്ചിട്ടുണ്ടാകില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനിയന് വയ്യാതെയായി ചെക്കപ്പ് നടത്തിയ സമയത്ത് ആൾക്ക് HIV പോസിറ്റീവ് ആണെന്നുള്ളൊരു കാര്യം ഇവർ തിരിച്ചറിയുകയാണ്. വിവാഹത്തിന് മുൻപ് ഇയാൾ HIV പോസിറ്റീവ് ആയിരുന്നു, എന്നാൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇയാളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ വൈഫുമായിട്ടും ആൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരും HIV പോസിറ്റീവ് ആവുകയാണ്. ഇവർ രണ്ടുപേരും ആകെപ്പാടെ തകർന്നു പോവുകയാണ്. അപ്പോൾ തങ്ങൾക്കിനി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു കാര്യം ഇവർ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞുണ്ടാവാനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടാവണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവരെത്തി. കാരണം ആ ഒരു കൊച്ചിനും ഒരു HIV ബാധിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഈ വിവരങ്ങളും കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയാതെ വളരെ രഹസ്യമാക്കി വെച്ച് അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുകയായിരുന്നു. ഈ ഒരു വിവരം അവർ ആകെപ്പാടെ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, തൻ്റെ സ്വന്തം അമ്മയുടെ അടുത്ത്. എന്നാൽ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തൻ്റെ മകനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ ചേട്ടൻ്റെ അടുത്തും ഈ ഒരു വിവരം പറയുകയാണ്. അതായത് അവനിങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ആ ഒരു ഫാമിലി കഴിയുന്നത്. നിനക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അവരിടയ്ക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു തരത്തിൽ അമ്മ പറയുകയാണ്. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സമാധാനമായിട്ട് പോയിരുന്ന പ്രീതിയുടെയും ഭർത്താവിൻ്റെയും ജീവിതം ആകെപ്പാടെ താറുമാറാവുകയാണ്. ഈ ഒരു ചേട്ടൻ പല സ്ഥലങ്ങളിലും ഇവർക്ക് ഇതേപോലുള്ള അസുഖങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഇവർക്ക് അസുഖമുള്ള ആ ഒരു കാര്യം എല്ലാവരും തന്നെ അറിയാണ്. അപ്പോൾ ഇത് പകരുമെന്നും അങ്ങനെ ഇങ്ങനെ ഒരുപാടധികം തെറ്റായ ധാരണകളുണ്ടല്ലോ. അതുകൊണ്ട് ആളുകൾ ഇവരെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഒരു ഫംഗ്ഷന് വിളിക്കില്ല, ഇവർ നടന്നു വരുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നടക്കും. അതായത് പൂർണ്ണമായിട്ടും ഇവരെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി ആ നാട്ടിലുള്ള ആളുകൾ. എന്തിനേറെ പറയുന്നു, ആളുകൾക്ക് ഇവരോട് സംസാരിക്കാൻ വരെ മടിയായിരുന്നു. ബന്ധുക്കളൊക്കെ ഓൾമോസ്റ്റ് ഇവരുമായിട്ടുള്ള ബന്ധം തന്നെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കാരണം ഈ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് മാനസിക സംഘർഷത്തിന് അടിമയാവുകയാണ്. അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോവുകയായിരുന്നു. പിന്നീട് ആത്മഹത്യക്ക് ട്രൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ വൈഫ് ആ ഒരു സമയത്ത് ഇത് കാണുകയാണ്. അപ്പോൾ അവരും നൈബേഴ്സും കൂടെ അയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വലിയ വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോയിരുന്ന ലൈഫ് വളരെ മോശം രീതിയിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ദമ്പതികൾ കണ്ടത്. ഇവർ നോക്കുന്ന സമയത്ത് ഇവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം തകർത്തത് ചേട്ടനും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാര്യയുമാണ്. ഇവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം നടക്കുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രീതിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ വയ്യാതാവുകയാണ്. ആള് മരണപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ഈ സ്ത്രീ വലിയ ഡിപ്രഷനിലോട്ട് പോവുകയാണ്. ഹസ്ബൻഡ് പോയി, അതുപോലെ തന്നെ തന്നെയും തൻ്റെ ഭർത്താവിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതിരുന്നിരുന്നത് ആളുടെ ചേട്ടനും ആളുടെ ചേട്ടൻ്റെ ഭാര്യയുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ളത് മാത്രമായി അവരുടെ മനസ്സിലുള്ളൊരു ചിന്ത. അപ്പോൾ നേരിട്ട് പോയി വെല്ലുവിളിക്കാനും അതേപോലെ പ്രതികാരം ചെയ്യാനൊന്നും ഈ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ വളഞ്ഞ വഴി ആലോചിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ആലോചിച്ചപ്പോൾ അവരുടെ ഒരു 15 വയസ്സുള്ള മകനുണ്ടല്ലോ, ആ ഒരു മകനിലൂടെ പ്രതികാരം ചെയ്യാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലോട്ട് ഇവരെത്തുകയാണ്. അതേപോലുള്ളൊരു ഈവിൾ പ്ലാൻ ഇവർ സെറ്റാക്കുകയാണ്. പിന്നീട് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനോടും അതേപോലെ തന്നെ അവരുടെ വൈഫിൻ്റെ അടുത്തൊക്കെ ഇവർ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങി. അതായത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും സംസാരിക്കും, അതേപോലെ തന്നെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യും. അതായത് അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന, അവരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരാളായിട്ട് ഇവർ മാറുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളും എല്ലാത്തിലും സഹായിക്കും. അപ്പോൾ ഇവരെന്തെങ്കിലും സഹായിക്കും, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പതിയെ പതിയെ ഒരു ട്രസ്റ്റ് ബിൽഡാവുകയാണ് ഇവർക്കിടയിൽ. പിന്നെ ഇവർ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സംസാരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ സ്മൂത്ത് ആവുകയാണ്. എന്നാൽ ഇതൊക്കെ ആ ഒരു സ്ത്രീയുടെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. ഇവരുടെ ലക്ഷ്യം ആ 15 വയസ്സുള്ള പയ്യനായിരുന്നു. ഈ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് നിൽക്കാറുണ്ടായിരുന്നു. ആ ഒരു ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ സ്ത്രീ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹോളി വെക്കേഷന് അമ്മൂമ്മയുടെ അടുത്തോട്ട് ആ ഒരു പയ്യൻ എത്തിയതായിരുന്നു. ആ സമയത്ത് പ്രീതിയും അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഈ പയ്യന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുന്നു, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു. അപ്പം അമ്മൂമ്മയ്ക്കും വലിയ സീനൊന്നും തോന്നിയൊന്നുമില്ല. എന്നാൽ ഈ ഒരു സ്ത്രീയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു പയ്യനെ സെക്ഷലി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു, അബ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. അതായത് സംസാരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാൾക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ ഒരു പയ്യനും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീക്കും ഇടയിൽ ഒരു ചെറിയൊരു ബോണ്ട് ഉണ്ടാവുകയാണ്.
പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ അവിടെ വെച്ച് ആ സ്ത്രീ സെക്ഷുവലി അസോൾട്ട് ചെയ്യുകയാണ്. ഒരു തവണയല്ല, പല തവണ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പയ്യനെ ആ സ്ത്രീ പീഡിപ്പിച്ചു. അതിനുശേഷം ഈ ഒരു പയ്യൻ വീട്ടിലോട്ട് പോയി ഏതാണ് സംഭവിക്കുന്നതെന്നൊന്നും ആ ഒരു പയ്യന് വലിയൊരു പിടുത്തുണ്ടായിരുന്നില്ല. പിന്നെയും സമയം കടന്നു പോയി. അതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഈ സ്ത്രീ ആ പയ്യനെ സെക്ഷുവലി അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്നെ വെറുതെ വിട്, നമുക്ക് നിർത്താമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. എന്താ പറയുക, ഇത് വേറെ ആരും അറിയില്ല, നമുക്കിടയിലുള്ള ഒരു രഹസ്യമായിരിക്കും എന്നുള്ളൊരു തരത്തിലൊക്കെ ഈ ഒരു സ്ത്രീ ആ ഒരു പയ്യനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യായിരുന്നു. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ പുറത്ത് പറയാനും പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ഭീഷണിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. എന്നാൽ ഈ ഒരു സ്ത്രീയുടെ ഒരേ ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്കുള്ള ആ ഒരു HIV ഈ ഒരു പയ്യന് കൂടെ പകരണം എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് സ്വന്തം മകന് HIV വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താനും തൻ്റെ ഹസ്ബൻഡും അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുമെന്നും ഇത്രത്തോളം വലിയൊരു പ്രതികാരം തനിക്ക് ചെയ്യാനില്ല എന്നുള്ളതുമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അല്ലാതെ ഇവരെ 3 പേരെയും വേണമെന്നുണ്ടെങ്കിൽ വല്ല വിഷഗാനം വെച്ച് കഴിഞ്ഞിട്ട് കൊന്നുകളയാനൊക്കെ അവർക്ക് ചാൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതായത് അവരുടെ വീട്ടിൽ ഇവർ പണിയെടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ എന്താ പറയുക, തൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും അതുപോലെ തന്നെ ആളുടെ വൈഫും വിഷമിക്കണം. കുറച്ച് നാൾ വിഷമിച്ചാൽ പോരാ, അവരുടെ ജീവിതം മുഴുവൻ വിഷമിക്കണം. അതും താൻ വിഷമിച്ച പോലെ വിഷമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം തനിക്കുള്ള ഇതേ അവസ്ഥ അവരുടെ മകനും വരിക എന്നുള്ളതാണെന്നുള്ളൊരു കാര്യം, അത്രയും ഈവിളായിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് അവർ ഈ പ്ലാനും കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്തതും അതുപോലെ തന്നെ ആ ഒരു പയ്യനെ ട്രാപ്പിലാക്കിയതും. അങ്ങനെയാണ് ഏപ്രിൽ മാസം ഈ സ്ത്രീ ആ പയ്യൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിലോട്ട് പോയി. അതിനുശേഷം അവർ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു. അതിനിടയിൽ ആ ഒരു പയ്യനെ ഈ സ്ത്രീ അസോൾട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അമ്മ വന്നപ്പോഴാണ് ഇവരുടെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ കേട്ടത്. അതിനുശേഷമാണ് ആ ഒരു പയ്യൻ്റെ അടുത്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതും പിന്നീട് നടന്നതെല്ലാം അറിഞ്ഞതും പിന്നീട് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തതും അതിനുശേഷം പ്രീതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതും. അവരുടെ പ്രതികാരം എന്താ പറയുക നടപ്പാക്കിയ ഒരു സാറ്റിസ്ഫാക്ഷനിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മി റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. Stay safe.